പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഏപ്രിൽ മാസം 3-ാം തീയതി ഈ അനുഗ്രഹിക്കപ്പെട്ട വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിനായിട്ട് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കരമുയർത്തി പറയാം, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ നമ്മുടെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ അല്പസമയം കൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനം 68 വാക്യം ഇങ്ങനെ പറയുന്നത്, കർത്താവ് നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു, കർത്താവിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. കരമുയർത്തി പറ, കർത്താവെ അങ്ങ് നല്ലവനും അങ്ങ് നന്മ ചെയ്യുന്നവനുമാകുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അവൻ 114 വാക്യം പറഞ്ഞു, കർത്താവിൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു, ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. കൈ ഉയർത്തി പറ, കർത്താവെ അങ്ങ് എൻ്റെ മറവിടവും അങ്ങ് എൻ്റെ പരിചയമാകുന്നു. ആമേൻ. 164 വാക്യം പറയുന്നു, കർത്താവിൻ്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം കർത്താവിനെ സ്തുതിക്കുന്നു. 175 കർത്താവിനെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ, കർത്താവിൻ്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങനെ അടുത്തിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ലോകത്തിൻ്റെ ഏത് രാജ്യത്തിരുന്ന് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നു, ഏത് സമയത്ത് നിന്ന് കേൾക്കുന്നു, അവരുടെ മേൽ ഒരു പ്രത്യേക കൃപ വ്യാപരിക്കണമേ. ഇതുവരെ അനുഭവിക്കാത്തൊരു ദൈവ സാന്നിധ്യം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ആമേൻ. അവരുടെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തി അനുഭവിക്കട്ടെ. ആമേൻ ആമേൻ ആമേൻ. അസാധാരണമായ ദൈവകൃപ അനുഭവിക്കട്ടെ. കർത്താവെ അങ്ങ് ആമേൻ തീങ്കിൽ മെഴുകുരുകി പോകുന്നത് പോലെ ഇവരുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ശരീരത്തിലുള്ള രോഗങ്ങൾ ശരീരത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. ശരീരത്തിലുള്ള രോഗങ്ങൾ വിട്ടുപോകട്ടെ. എത്ര മരുന്ന് കഴിച്ചിട്ടും, എത്ര ഡോക്ടറെ കണ്ടിട്ടും, ആമേൻ, എത്ര സ്കാൻ ചെയ്തിട്ടും ആമേൻ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ആമേൻ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആമേൻ മാറുന്നില്ല. ആമേൻ ഡോക്ടർമാരെ മാറി മാറി പരീക്ഷിച്ചിട്ടും മാറുന്നില്ല. മരുന്നുകൾ മാറി മാറി പരീക്ഷിച്ചിട്ടും മാറാത്ത ചില രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ തീങ്കൽ മെഴുകുരുകി പോകുന്നത് പോലെ ദൈവ സാന്നിധ്യത്താൽ ഇവരുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോട്ടെ. ഇവരുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. അത്ഭുത സൗഖ്യം നടന്നതിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ശരീരത്തിൽ നിന്ന് ഉടുപ്പ്, ഡ്രസ്സ് മാറുന്നത് പോലെ ആ രോഗം മാറിപ്പോയതിന് സ്തോത്രം. അതുപോലെ കർത്താവെ സാമ്പത്തികമായ ആവശ്യങ്ങളിൽ ദൈവിക അത്ഭുതങ്ങൾ ഇപ്പോൾ നടക്കട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ ഫൈനാൻഷ്യൽ ചലഞ്ചസും യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണം. അഭിഷക്തന്മാരെ അനുഗ്രഹിക്കണം. ദൈവദാസീദാസന്മാരെ അനുഗ്രഹിക്കണം. ലോകവ്യാപകമായുള്ള ദൈവജനത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ സഭായോഗത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് ഏറ്റവും അനുഗ്രഹമായി തീരണം, ശ്രേഷ്ഠകരമായി തീരണം. ദൈവിക അത്ഭുതങ്ങൾ കണ്ട് സന്തോഷിക്കുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ത്യൻ സമയം 8 മണി കഴിയുമ്പോൾ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹത്തിന് കാരണമാകും. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 30 വാക്യം നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്ന് പറഞ്ഞതായ ആമേൻ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്, ഒരു മൊഴിയാണ്. ആമേൻ. യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവർത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവർത്തിയായി, പൂർത്തീകരിച്ചിരിക്കുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് തല ചായ്ച്ചു. തൻ്റെ തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു.
യേശുവിനെ ആർക്കും തകർക്കാൻ കഴിയത്തില്ലായിരുന്നു. യേശു തന്നെയാണ് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തത്. നമുക്ക് വേണ്ടി ആമേൻ തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ലോകവ്യാപകമായി ഇന്ന് ഈ ഗുഡ് ഫ്രൈഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ആ ക്രൂശിൽ തന്ന യാഗത്തെ ഓർത്ത്, നമ്മളോട് കാണിച്ച സ്നേഹത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ക്രൂശിലെ യാഗം നമ്മളെ ഓർപ്പിക്കുന്നത് പിതാവിൻ്റെ നമ്മളോടുള്ള അസാധാരണമായ സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു. ആമേൻ. എപ്പോഴെങ്കിലും നമ്മൾ പിതാവിനോട് ചോദിക്കുക, അപ്പാ എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അപ്പ പറയുന്നൊരു കാര്യമുണ്ട്, നീ ആ ക്രൂശിലേക്ക് നോക്കി, എൻ്റെ ഏകജാതനെ ഞാൻ അവനെ യാഗമാക്കിയത് നിന്നോടുള്ള സ്നേഹം നിമിത്തമാണ്. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ, ഈ ദുഃഖവെള്ളിയാഴ്ച പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കണം, കർത്താവിൻ്റെ യാഗം അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്നൊരു വെള്ളിയാഴ്ച ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്വർഗത്തിലെ അപ്പയ്ക്ക് എന്നോടും നിങ്ങളോടും ഉണ്ടായ സ്നേഹമാണ്. ഹല്ലേലൂയ. എന്നോടും നിങ്ങളോടും ഉണ്ടായ സ്നേഹം. അതുകൊണ്ട് നമ്മളെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടാകാൻ പാടില്ല. എന്നെ ആരും സ്നേഹിക്കാനില്ല എന്നൊരു പരാതി ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ അർത്ഥം കർത്താവിന് നമ്മളോടുള്ള സ്നേഹം വലുതായതുകൊണ്ടാണ് തൻ്റെ ഓമന കുമാരനെ നമുക്ക് വേണ്ടി പരസ്യയാഗമായി തീർത്തു തന്നത്. ഇനി ഓർത്തോണം, യേശു പറഞ്ഞു നിവൃത്തിയായി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതം ഫിനിഷായി എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് തന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. യേശു ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന യേശുവിനെ സ്വീകരിച്ച നിങ്ങളെല്ലാവരും കൃത്യമായി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിച്ചിട്ട് മാത്രമേ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകത്തുള്ളൂ. ഡോണ്ട് വറി അബൌട്ട്. അപ്പോൾ എന്താണ് അവിടെ ഫിനിഷായി എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി, അല്ലെങ്കിൽ പാപത്തിൻ്റെ പരിഹാരം അത് യേശു ക്രിസ്തു എന്ത് ചെയ്തു? അത് പൂർത്തീകരിച്ചു. ആമേൻ. ശത്രുവിൻ്റെ ശക്തിയെ എന്ത് ചെയ്തു? തകർത്ത് കളഞ്ഞു. ആമേൻ. തോൽപ്പിച്ച് കളഞ്ഞു. ആമേൻ. ശാപത്തിൻ്റെ കെട്ട് അത് പൊട്ടിപ്പോയി. സ്തോത്രം. ആമേൻ. പിതാവിങ്കിലേക്കുള്ള ആ വാതിലിനെ അല്ലെങ്കിൽ ആക്സസിനെ ദൈവമക്കൾക്ക് ആമേൻ തുറന്നു തന്നിരിക്കുന്നു. അതുമാത്രമല്ല, ആമേൻ, സ്വർഗീയമായ രക്ഷയുടെ പദ്ധതി കംപ്ലീറ്റഡ് ആയിരിക്കുക. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടെ എല്ലാം തികഞ്ഞിരിക്കുക. അതിനോടുകൂടെ ആഡ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ട്, നമ്മളെന്തെങ്കിലും അതിൻ്റെ കൂടെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് പറഞ്ഞു എവറിത്തിങ് ഈസ് കംപ്ലീറ്റഡ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് വെച്ചാൽ അവൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ ഏൽപ്പിച്ച ദൗത്യം, പിതാവേ ഞാനത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മൾക്ക് കരങ്ങൾ ഉയർത്തി പറയാൻ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു അത് കംപ്ലീറ്റ്ലി പേ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ശത്രുവിൻ്റെ മുകളിൽ എനിക്കെന്തുണ്ട്? വിജയമുണ്ട്. ഹല്ലേലൂയ. യേശു എന്നെ ചെയ്തു? ഇരുട്ടിൻ്റെ അധികാരത്തെ തകർത്തത് കൊണ്ട് ഇനി പിശാചിന് എൻ്റെ മേൽ നിയമപരമായി യാതൊരു അധികാരവുമില്ല. ഞാൻ ഇന്ന് ക്രിസ്തുവിലാണ് നിൽക്കുന്നത്. എനിക്ക് ധൈര്യമായിട്ട് പറയാം, ശത്രുവിന് എൻ്റെ മേൽ അധികാരമില്ല. ആമേൻ. ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എനിക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് ഏത് സമയത്തും കയറി ചെല്ലുവാനുള്ള വാതിലിനെ യേശു ക്രിസ്തു മുഖാന്തരം തുറക്കപ്പെട്ടിരിക്കുകയാണ്. അവൻ ദൈവാലയത്തിൻ്റെ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് കീറി എന്നാണ് പറഞ്ഞു. ആമേൻ. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് കയറിയപ്പോൾ എന്തുപറ്റി? അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം എനിക്ക് ആമേൻ ലഭ്യമായി. പഴയ നിയമത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ മാത്രമാണ് ചെല്ലുന്നത്. പക്ഷേ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഓടി ചെല്ലുവാനുള്ള ആ ഡയറക്റ്റ് ആക്സസ് ഇതിലൂടെ നമുക്ക് ലഭിച്ചു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം. നമ്മൾ ശാപത്തെക്കുറിച്ച് പേടിക്കേണ്ട, പാപത്തെക്കുറിച്ച് പേടിക്കേണ്ട. യേശു ക്രിസ്തുവിൽ നമുക്ക് എന്ത് ലഭിച്ചു? പാപം, ആമേൻ, പാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു, ശാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തുവിൽ നമുക്ക് പുതിയ ജീവിതം ലഭിച്ചു. ആമേൻ. ആ ക്രിസ്തുവിനോടുകൂടെ ആമേൻ നമുക്ക് പുതിയ ജീവിതത്തിലേക്കാണ് ഈ കാൽവരി ക്രൂശിലൂടെ മരണത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവിലുള്ള പുതിയ ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ നല്ല വെള്ളിയാഴ്ച കർത്താവിൻ്റെ ക്രൂശിനെ ഓർക്കുക, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിനെ ഓർക്കുക, എന്നിട്ട് അതിനായിട്ട് കർത്താവിന് നന്ദി പറയുക. അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞതും നമുക്ക് വേണ്ടി നിത്യജീവൻ ഒരുക്കി തന്നതും ഒക്കെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്ന ഒരു നല്ല ദിവസമായി മാറട്ടെ. കർത്താവ് നിങ്ങളെ ഈ ദിവസം അനുഗ്രഹിക്കട്ടെ. അവൻ ഹൃദയത്തിൻ്റെ കണ്ണുകൾ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കട്ടെ. ആ കാൽവരിയിൽ സംഭവിച്ച കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. ഹല്ലേലൂയ.
നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടതിനായിട്ട് സ്തോത്രം. ആമേൻ. അങ്ങ് ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരമായതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരം, ക്രൂശ് മരണം മുഖാന്തരം ഞങ്ങൾക്കെന്ന ജയത്തിനായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആമേൻ. നമ്മുടെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, ആമേൻ, ആമേൻ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.